ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ബികോം കോഴ്സിൻ്റെ അവസാന ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കല്ല എത്തി അല്ലേ, 6th സെം ആയി. അപ്പം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ ഇത് കഴിയും. അതിൻ്റെ ഇടയിൽ പരീക്ഷകളും ഒക്കെ ഉണ്ടാവും, പിന്നെ പ്രൊജക്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കോഴ്സ് കഴിയാൻ പോകണം. അപ്പോൾ മാക്സിമം മാർക്ക് വാങ്ങാനായിട്ടൊക്കെ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ എന്തായാലും എല്ലാവരും വീട്ടിലിരിക്കണം. അപ്പം മാക്സിമം മാർക്ക് വാങ്ങാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് കുറേ സമയമൊക്കെ ഉണ്ടല്ലോ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ബികോം കഴിഞ്ഞിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. അതൊക്കെ എല്ലാവരും ഇങ്ങനെ എപ്പോഴും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് കുട്ടികൾ അത് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഏരിയ നോക്കി അതനുസരിച്ച് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബാങ്ക് കോച്ചിങ്ങിന് പോകേണ്ടവരൊക്കെ ബാങ്ക് ടെസ്റ്റിൻ്റെയൊക്കെ ആപ്പുകളൊക്കെ ഉണ്ട് മൊബൈലിൽ. അതിലൊക്കെ ഓരോ ദിവസം ഓരോ ടെസ്റ്റൊക്കെ നടത്താൻ പറ്റും. അങ്ങനെ അങ്ങനെ അതൊക്കെ പഠിച്ച് പതുക്കെ പഠിച്ച് അതൊക്കെ സ്പീഡാക്കുക. പിന്നെ അടുത്ത കൊല്ലം ഒരു 5-6 മാസം ഒരു ട്രെയിനിങ്ങിന് പോയാൽ ഇപ്പോഴത്തെ നിങ്ങൾ പഠിച്ചതും അതും വെച്ച് നോക്കുമ്പോൾ വേഗം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊക്കെ ചെയ്യാനിരുന്നാൽ ഒരു അന്തം ഉണ്ടാവില്ല, കുന്തം ഉണ്ടാവില്ല. അപ്പം എന്തുണ്ടായിരിക്കും, ഇതൊക്കെ ഒരു ബലികറാമല ആണ്, ക്യൂബർസം പ്രൊസീജിയർ ആണെന്ന് തോന്നിയിട്ട് ഇതൊക്കെ വേണ്ടാന്ന് വെക്കും. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ പോകും. ആർക്കും എല്ലാതും അച്ചീവ് ചെയ്യാം. എന്താ വെച്ചാൽ ഈ അച്ചീവ് ചെയ്യുന്നവരൊക്കെ മനുഷ്യരാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും എന്തുകൊണ്ട് പറ്റിക്കൂടാ എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ ഓരോ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നവംബറായി, ഇനിയും കുറച്ച് നാളും കൂടി വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊരു സംശയവും അല്ലേ. അപ്പോൾ ഉള്ള സമയം നന്നായിട്ട് ഇരുന്ന് യൂസ് ചെയ്തുകൊണ്ട് നല്ല കൊറോണ കാലം ലൈഫിൽ ഒരു എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യുന്നൊരു കാലഘട്ടമാക്കിയിട്ട് മാറ്റാം. അപ്പം നമ്മൾ 6th സെമ്മിലേക്ക് കടന്നു. ടീച്ചർ ഈ സെമ്മിൽ എടുക്കുന്നത് തിയറി പേപ്പറാണ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്നുള്ള ചാപ്റ്ററാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ സിലബസ് ഞാൻ ഇന്നലെ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ 5 ദിവസവും ഉണ്ട്. 4 ക്രെഡിറ്റ്, മെയിൻ പേപ്പറായ കാരണം 4 ക്രെഡിറ്റ് ഉണ്ട്. ഇൻറ്റേർണൽ 20 മാർക്ക്, എക്സ്റ്റേണൽ 80 മാർക്ക്, പിന്നെ എക്സാമിനേഷൻ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും അവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അക്വയർ നോളജ് അബൌട്ട് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. നിങ്ങൾ ഇപ്പോൾ 5th സെമ്മിൽ ഏതാ പഠിച്ചത്? കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക കോപ്പറേഷൻ്റെ ഒറിജിൻ, കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ക്രെഡിറ്റ് ടൈപ്പ് സൊസൈറ്റീസാണ്, ഇന്ത്യൻ കണ്ടീഷൻസ്, ഇന്ത്യയിലെ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വളരെ വീക്കർ സെക്ഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്തത് ക്രെഡിറ്റ് ടൈപ്പ് സൊസൈറ്റീസാണ്. നമ്മൾ ഇംഗ്ലണ്ടിലും ജപ്പാനിലും ഒക്കെയാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇംഗ്ലണ്ടിൽ കൺസ്യൂമർ സൊസൈറ്റീസ് ആയിരുന്നു, ജപ്പാനിൽ ക്രെഡിറ്റ് ടൈപ്പ് സൊസൈറ്റീസ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെയുള്ള സൊസൈറ്റീസാണ്. പിന്നെ അതിൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ദ വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് അത് ഇവല്യൂഷൻ ചെയ്തത്, അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തു ഓരോ രാജ്യത്തും. ഇന്ത്യയിലെ പോലെ തന്നെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിലെ കൺസ്യൂമർ സൊസൈറ്റീസ്, ഇന്ത്യയിലെ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഡെൻമാർക്ക്, അവിടെ എൻ്റെ ഓർമ്മയിൽ മിൽക്കാന്ന് തോന്നുന്നു, മിൽക്ക് ടൈപ്പ് സൊസൈറ്റീസ്, പിന്നെ ഹൗസിങ് USSRൽ ഇതാണ് നെൽകൃഷി, അങ്ങനത്തെ എന്തോ ആണ്. അതായത് ഓരോ രാജ്യത്തിനും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതാത് രാജ്യത്തിൻ്റെ സോഷ്യോ ഇക്കോണമിക് കണ്ടീഷൻസ് നോക്കിയിട്ട് ആ രാജ്യത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അവർ
അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഓരോ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ രാജ്യത്തും ഏത് ടൈപ്പിലുള്ള സൊസൈറ്റീസ് ആണുള്ളത്, അത് എങ്ങനെ ഇവല്യൂഷൻ ചെയ്തു, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു നോളജ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അപ്പം മോഡ്യൂൾ 1 പഠിക്കാനുള്ളത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ, അതായത് ഗ്രേറ്റ് ബ്രിട്ടനിൽ എന്താണ്, ജപ്പാനിലല്ല കേട്ടോ, ജർമ്മനിയിലാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഇത് മാറ്റി പറഞ്ഞത്. ഗ്രേറ്റ് ബ്രിട്ടനിൽ കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്, ജർമ്മനിയിലാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതാണ് ഇന്ത്യ ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡെൻമാർക്കിൽ ഡയറി, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഡയറി. ചൈനയിൽ ഇൻഡസ്കോസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ് ചൈനയിൽ വന്നിട്ടുള്ളത്. ജപ്പാനിൽ മൾട്ടി പർപ്പസ് സൊസൈറ്റീസ്, ജപ്പാനിൽ മൾട്ടി പർപ്പസ് അഗ്രികൾച്ചറും ഇൻഡസ്കോസും കൺസ്യൂമർ അങ്ങനെ എല്ലാതും കൂടിയിട്ടുള്ള സൊസൈറ്റീസ് ആണ് ജപ്പാനിൽ വന്നിട്ടുള്ളത്. USA മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. USSRൽ കളക്റ്റീവ് ഫാമിംഗ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലും ഏത് സൊസൈറ്റീസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വളരെ രസകരമായിരിക്കും, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. രണ്ടാമത്തെ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്രിക്കയിലത്തെ കാര്യങ്ങളാണ്. കോപ്പറേറ്റീവ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആഫ്രിക്ക, കോക്കോ, കോപ്പറേറ്റീവ്സ് ഇൻ സിറാലിയോൺ, ആഫ്രിക്കൻ കോൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ. ആഫ്രിക്കയിലത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നെയ്റോബിയിലുള്ള അസോസിയേഷൻ, കെനിയ, കിളിമഞ്ചാരോ, നേറ്റീവ് കോപ്പറേറ്റീവ് യൂണിയൻസ്, തൽസാനിയ, കോൺട്രിബ്യൂഷൻ ഓഫ് റോബർട്ട് ഓവൻ ലൂയിസ്. റോബർട്ട് ഓവനെയൊക്കെ കുറിച്ച് കഴിഞ്ഞതിൽ പഠിച്ചിട്ടില്ലേ, പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷനിൽ. അപ്പോൾ അവർ ആഫ്രിക്കൻ കൺട്രീസിൽ എങ്ങനെയൊക്കെയാണ് അവർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്. ശ്രീ VL മഹത്ത ആൻഡ് DR ഗാഡ്ഗിൽ, അവർ നമ്മുടെ ഇന്ത്യക്കാരാണ്. അവർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് എന്തൊക്കെയാണ് സംഭാവന കൊടുത്തിട്ടുള്ളത്, അതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ICA. അപ്പോൾ ICA എങ്ങനെ ഫോം ചെയ്തു, അത് കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾസിൽ പഠിച്ചിട്ടുണ്ട്, ഇവല്യൂഷൻ ഓഫ് പ്രിൻസിപ്പിൾസിൽ പഠിച്ചിട്ടുണ്ട്. ICAയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ICA ഈ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനുള്ള ICAയുടെ റോൾ എന്തായിരുന്നു, അതോടൊപ്പം തന്നെ ഗവേണിംഗ് ബോഡീസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് റീജിയണൽ ഓഫീസസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണോ, അഗ്രികൾച്ചർ ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫിഷറീസ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്, അങ്ങനെ ഉള്ള. അപ്പോൾ ICAനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മൂന്നാമത്തെ മോഡ്യൂളിൽ പഠിക്കാം. നാലാമത്തെ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയൊക്കെയാണ്, ലേബർ ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്, ആഫ്രോ ഏഷ്യൻ റൂറൽ റീകൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ, ഇതൊക്കെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ് ആണ് ലാസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ്സ്, ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസ്, ഇന്ത്യൻ നമ്മുടെ ഫാർമേഴ്സിന്റെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്, അമൂൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അപ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, അത് നമ്മുടെ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അമൂൽ ആനന്ദ് മിൽക്ക് യൂണിറ്റ് ലിമിറ്റഡ്, അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NC, ഇതൊക്കെയാണ് അഞ്ചാമത്തെ മോഡലിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ റെഫറൻസ് ബുക്കുകളാണ് ഈ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് പഠിക്കാൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മറ്റുള്ള കോപ്പറേറ്റീവ് സബ്ജക്ട്സിനേക്കാളും കുറച്ചും കൂടി രസകരമായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി നിങ്ങൾക്ക് വേൾഡിനെ കാണാൻ പറ്റുന്നതാണ് ഈ കോപ്പറേഷനിലൂടെ. ഓക്കെ, താങ്ക് യു. നാളെ തൊട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ, ഫസ്റ്റ് മോഡിൽ തുടങ്ങാം.